ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഹയർ സെക്കൻഡറി +1 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഒരു ക്ലാസ്സാണ് ആദ്യത്തെ ക്ലാസ്സായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് സെറ്റ്സ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡെഫിനിഷനിലേക്ക് പോവാണ്. എന്താണ് സെറ്റ് എന്ന് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിൻ്റെ പറയുന്ന പേരാണിത് സെറ്റ്സ്. ഇതിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വേർഡാണ് എ വെൽ ഡിഫൈൻഡ്. വാട്ട് ഈസ് വെൽ ഡിഫൈൻഡ്? വെൽ ഡിഫൈൻഡ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട്. കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എല്ലാവർക്കും അറിയാം. എനി കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഞാൻ കുറച്ച് എക്സാമ്പിൾ എഴുതുന്നുണ്ട്. ഈ സെറ്റ് എപ്പോഴും നമ്മൾ ഡിനോട്ട് ചെയ്യുക ഒരു കേളി ബ്രാക്കറ്റിലാണ് എന്ത് ചെയ്യുക, സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഞാൻ എടുക്കാൻ പോവുകയാണ്. മലയാളം മൂവീസ് റിലീസ്ഡ് ഓൺ 2023. ഇത് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഈ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിൽ എന്തൊക്കെയുണ്ട്? മലയാളം മൂവീസ് റിലീസ്ഡ് ഓൺ 2023 റിലീസായ എല്ലാ മലയാളം മൂവീസിൻ്റെയും കളക്ഷനാണെന്ത് ഈ ഫസ്റ്റ് കളക്ഷൻ ഞാനിവിടെ എഴുതിയത്. ഓക്കെ, ഇത് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഇനി ഇത് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് പ്രധാനപ്പെട്ട കണ്ടീഷൻ. അതാണ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് മാത്രമേ എന്താവുള്ളൂ, സെറ്റ്സ് ആവുള്ളൂ. അതിനു മുമ്പ് ഞാൻ 2-3 എക്സാമ്പിൾസും കൂടെ എഴുതുന്നുണ്ട്. കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിൻ്റെ എക്സാമ്പിൾസ് എഴുതുന്നുണ്ട്. അത് എഴുതിയതിന് ശേഷം ഇതിൽ ഏതെല്ലാം കളക്ഷനാണ് സെറ്റ്സ് ആവുക എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് ഈ വെൽ ഡിഫൈൻഡ് ആ എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷം എന്താണ് വെൽ ഡിഫൈൻഡ് എന്ന് കൃത്യമായിട്ട് എക്സാമ്പിളിലൂടെ പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം, മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഒരു 2-3 കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സും കൂടെ ഞാൻ എഴുതുന്നുണ്ട്. സെക്കൻഡ് കളക്ഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് 5 മലയാളം മൂവീസ്. ബെസ്റ്റ് 5 മലയാളം മൂവീസ്, അതാണ് ഞാൻ രണ്ടാമത്തെ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആയിട്ട് എഴുതി. മൂന്നാമത്തെ കളക്ഷൻ ഞാൻ എഴുതുന്നത് ബെസ്റ്റ് 5 റൈറ്റേഴ്സ്. നാലാമത്തെ കളക്ഷൻ ഞാൻ എഴുതി ഫ്ലവർ പെൻ 1. അഞ്ചാമത്തെ കളക്ഷൻ ഞാൻ എഴുതിയത് പെൻ റോസ് നമ്പർ -1. അപ്പോൾ ഞാനിവിടെ 5 കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ കളക്ഷനിൽ എന്ന് പറയുന്നത് മലയാളം മൂവീസ് റിലീസ്ഡ് ഓൺ 2023. സെക്കൻഡ് കളക്ഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് 5 മലയാളം മൂവീസ്. തേർഡ് കളക്ഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് 5 റൈറ്റേഴ്സ്. ഫോർത്ത് കളക്ഷൻ ഫ്ലവർ പെൻ 1. ഫിഫ്ത്ത് കളക്ഷൻ ഈസ് പെൻ റോസ് ആൻഡ് -1. അപ്പോൾ ഇതെല്ലാം കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഇനി ഇത് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതാണെന്ത്, വെൽ ഡിഫൈൻഡ്. ഈ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആവണം എന്നുണ്ടെങ്കിൽ ആ കളക്ഷൻ ഒരു കളക്ഷൻ പറഞ്ഞതിന് ശേഷം ആ കളക്ഷനിൽ ആരൊക്കെയുണ്ടെന്ന് ഞാൻ പറഞ്ഞാലും ഈ യൂണിവേഴ്സിൽ ആര് പറഞ്ഞാലും സെയിം ആയിരിക്കണം. ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ഈ യൂണിവേഴ്സിൽ ആര് പറഞ്ഞാലും സെയിം മെമ്പേഴ്സാണ് ആ കളക്ഷനുള്ളത് എന്നുണ്ടെങ്കിൽ ആ കളക്ഷനെ നമ്മളത് പറയും വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഈ എക്സാമ്പിളിൽ നോക്കുക. ഈ 2023 റിലീസായ മലയാളം മൂവീസ്. 2023 റിലീസായ മലയാളം മൂവീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിൽ സെയിം മൂവീസ് തന്നെ ഉണ്ടാവുള്ളൂ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്ക്. ബെസ്റ്റ് 5 മലയാളം മൂവീസ്. ആ 5 ബെസ്റ്റ് മലയാളം മൂവീസ് ഞാൻ പറഞ്ഞാൽ ഒരു 5 മൂവീസ് ഞാൻ പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ 5 മൂവീസ് ആവണമെന്നില്ല. അപ്പോൾ ഇത് ഈ രണ്ടാമത്തെ കളക്ഷൻ ഒരിക്കലും എന്തല്ല, വെൽ ഡിഫൈൻഡ് അല്ല. കാരണം ഞാൻ പറയുന്ന 5 മലയാളം മൂവീസ് ആവണമെന്നില്ല. നിങ്ങൾ പറയുന്ന 5 മലയാളം മൂവീസ് ആവണമെന്നില്ല. 5 മലയാളം മൂവീസ് ആവണം എന്നില്ല. അമേരിക്കയിൽ നിന്ന് പറയുന്ന ഒരാൾ പറയുന്ന 5 മലയാളം മൂവീസ്. അപ്പോൾ ഇതൊരിക്കലും സെക്കൻഡ് എക്സാമ്പിൾ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അതൊരിക്കലും എന്തല്ല, വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. എക്സാമ്പിൾ 3 നോക്കൂ. ബെസ്റ്റ് 5 റൈറ്റേഴ്സ്. 5 എഴുത്തുകാരെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറയുന്ന 5 എഴുത്തുകാരെ നിങ്ങൾ പറയണം എന്നില്ല. നിങ്ങൾ പറയുന്ന 5 എഴുത്തുകാരല്ല വേറൊരാൾ പറയാം. അപ്പോൾ ഈ 2 കളക്ഷൻ, രണ്ടാമത്തെ കളക്ഷനും മൂന്നാമത്തെ കളക്ഷനും എന്തല്ല, വെൽ ഡിഫൈൻഡ് കളക്ഷനല്ല. അതുകൊണ്ട് തന്നെ അത് എന്തല്ല, സെറ്റല്ല.
ഒന്നാമത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണ്. കാരണം 2023 ഇറങ്ങിയ മലയാളം മൂവീസ് നമുക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും ആ കളക്ഷൻ തന്നെയായിരിക്കും, സെയിം കളക്ഷൻ തന്നെയായിരിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്താണ്, സെറ്റും കൂടെയാണ്, വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. രണ്ടാമത്തെ കളക്ഷനും മൂന്നാമത്തെ കളക്ഷനും എന്തല്ല, വെൽ ഡിഫൈൻഡ് കളക്ഷനല്ല. ഇനി നാലാമത്തെ കളക്ഷനിൽ നോക്കുക, നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ സെറ്റല്ല എന്ന് വിചാരിക്കും, പക്ഷേ അത് സെറ്റാണ്. കാരണം ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ഈ കളക്ഷനിൽ 3 മെമ്പേഴ്സുള്ളൂ. ആ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫ്ലവറാണ്, പേനയാണ്, വണ്ണാണ്. ഇത് ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഈ കളക്ഷനിൽ 3 പേരുള്ളൂ. ആ 3 പേരും ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിലെന്തുള്ളൂ, ഫ്ലവറുണ്ട്, പെന്നുണ്ട്, വണ്ണുണ്ട്. ബാക്കിയുള്ള ഒരു മെമ്പേഴ്സും എന്തില്ല, അവിടെ ഇല്ല. അതുകൊണ്ട് ഇതും എന്താണ്, വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. നാലാമത്തെ കളക്ഷനും വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. അഞ്ചാമത്തെ കളക്ഷൻ നോക്ക്, സെയിം തന്നെയാണ്, പെൻ റോസ് -1. ഈ കളക്ഷനിൽ 3 മെമ്പേഴ്സാണുള്ളത്. ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും ആ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിൽ സെയിം മെമ്പേഴ്സ് തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഇതെന്താണ്, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ അഞ്ചാമത്തതും എന്താണ്, സെറ്റാണ്. അവിടെ സെറ്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് മലയാളം മൂവീസ് റിലീസ്ഡ് ഓൺ 2023 സെറ്റിന് എക്സാമ്പിളാണ്. ഫ്ലവർ പെൻ 1 ഇത് സെറ്റിൻ്റെ എക്സാമ്പിളാണ്. അഞ്ചാമത്തെ കളക്ഷൻ, അഞ്ചാമത്തെ എക്സാമ്പിൾ പെൻ റോസ് -1 എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സും എന്താണ്, സെറ്റാണ്. കാരണം അത് ഈ 3 കളക്ഷൻസും എന്താണ്, വെൽ ഡിഫൈൻഡ് കളക്ഷൻസ് ആണ്. പക്ഷേ രണ്ടാമത്തെ കളക്ഷനും മൂന്നാമത്തെ കളക്ഷനും എന്തല്ല, വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. കാരണം ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും അതിലെന്ത് വരാം, ഡിഫറൻസ് വരാം. അതുകൊണ്ട് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്, അത് വെൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് തന്നെയല്ല ഈ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്തല്ല, സെറ്റല്ല. ഇനി മാത്തമാറ്റിക്സിൽ നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട സെറ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കൂടെ ഞാൻ പറയാം. സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഡിനോട്ടഡ് ബൈ സ്ക്രിപ്റ്റ് n. ദിസ് ടൈപ്പ് ഓഫ് n. ഈ എന്നിലാണ് സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഈ സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4 എക്സെട്ര. ഇത് സെറ്റാണ്. കാരണം ഇതിൽ ഏതെല്ലാം മെമ്പേഴ്സ് ഇതിലുണ്ടെന്നും ഏതെല്ലാം മെമ്പേഴ്സ് ഇതിലില്ല എന്നും നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും എല്ലാം എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. കാരണം ഇപ്പം നിങ്ങളോട് -19 ഈ കളക്ഷനിലില്ല. -19 ഈ കളക്ഷനിൽ ഏതെല്ലാം മെമ്പേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇതെന്താണ്, സെറ്റാണ്, സെറ്റിൻ്റെ എക്സാമ്പിളാണ്. ഈ സെറ്റിന് പറയുന്ന പേരാണ് സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്ക്രിപ്റ്റ് n. അടുത്തത് സെറ്റ് ഓഫ് ആൾ ഹോൾ നമ്പേഴ്സ് ഡിനോട്ടഡ് ബൈ w. Wയിൽ 0 കൂടെ ഉണ്ടാവും. നാച്ചുറൽ നമ്പറിന് അഡീഷണലായിട്ട് ഒരു 0 കൂടെ ഉണ്ടാവും. ബാക്കിയുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4. ഇതാണ് ഹോൾ നമ്പേഴ്സിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ w. ഇനി മൂന്നാമത്തെ എക്സാമ്പിളാണ് സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സ്. സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സ് ഡിനോട്ടഡ് ബൈ ഇസഡിനെ കൊണ്ടാണ് സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. ചില ബുക്കുകളിൽ സെറ്റ് ഓഫ് ആൾ I എന്ന് പറയുന്ന ലെറ്ററിനെ കൊണ്ടും എന്ത് ചെയ്യും, സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സിനെ ഡിനോട്ട് ചെയ്യും. സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് 0 ഉണ്ട്, +or-1 ഉണ്ട്, +or-2 ഉണ്ട്, +or-3 ഉണ്ട്, എക്സെട്ര. ഇങ്ങനെയുള്ള മെമ്പേഴ്സാണെന്ത്, സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. നാലാമത്തെ എക്സാമ്പിൾ സെറ്റ് ഓഫ് ആൾ റാഷണൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ആൾ റാഷണൽ നമ്പേഴ്സ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യൂവിനെ കൊണ്ടാണ് സെറ്റ് ഓഫ് ആൾ റാഷണൽ നമ്പേഴ്സ് ഡിനോട്ട് ചെയ്യൽ. സെറ്റ് ഓഫ് ആൾ റാഷണൽ നമ്പേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, സെറ്റ് ഓഫ് ആൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത് P/Q ഫോമിലുള്ള എല്ലാ നമ്പേഴ്സും അതിൽ P എന്തായിരിക്കണം, Pയും Qയും എന്തായിരിക്കണം, ഇൻഡിജർ ആയിരിക്കണം. Pയും Qയും എന്തായിരിക്കണം, ഇൻഡിജർ ആയിരിക്കണം. ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, Q എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ 1/2 ഒരു റാഷണൽ നമ്പറാണ്. 1/2 എന്താണ്, ഒരു റാഷണൽ നമ്പറാണ്. എന്തുകൊണ്ടാണ് 1/2 റാഷണൽ നമ്പർ ആയത്? ആ 1/2 എന്ന് പറയുന്നത് P/Q ഫോമിലുള്ള ഒരു നമ്പറാണെന്ത്, 1/2. P എന്താണ്, P എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, 1 ആണ്. Q എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. ഈ 1ഉം 2ഉം എവിടെ ഉണ്ട്, ഇൻഡിജറിലുണ്ട്. സെറ്റ് ഓഫ് ആൾ ബിലോങ്സ് ടു Z. ഇൻഡിജർ 1ഉം 2ഉം എന്താണ്, ഇൻഡിജറാണ്. അതുകൊണ്ട് തന്നെ 1/2 എന്താണ്, ഒരു റാഷണൽ നമ്പറാണ്. സിമിലർലി -1/2 എന്താണ്, റാഷണൽ നമ്പറാണ്. 3 എന്താണ്, റാഷണൽ നമ്പറാണ്. കാരണം 3യെ നമുക്ക് എങ്ങനെ എഴുതാം, 3/1 എഴുതാം. അതുകൊണ്ട് 3 എന്താണ്, റാഷണൽ നമ്പേഴ്സാണ്. ഇനി ഇറാഷണൽ നമ്പേഴ്സ് ഞാനിവിടെ നൊട്ടേഷൻ എടുക്കുന്നത് എസ്സിനെ കൊണ്ടാണ് ഞാൻ ഇറാഷണൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ പറഞ്ഞു P/Q ഫോമിലുള്ള എല്ലാ നമ്പേഴ്സിനും നമ്മൾ എന്ത് പറയും? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനും നമ്മൾ എന്ത് പറയും? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇനി P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ഉണ്ട്. P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ റൂട്ട് 2നെ ഒരിക്കലും നമുക്ക് എന്ത് എഴുതാൻ പറ്റില്ല? P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. ശരിക്കും റൂട്ട് 2നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 2 = √2/1 എഴുതാം. റൂട്ട് 2നെ നമുക്ക് എന്ത് എഴുതാം? √2/1 എഴുതാം. അതുകൊണ്ട് ഇത് P/Q ഫോമിലായില്ല. P/Q ഫോമിലായി, പക്ഷേ ഈ പിക്കും ക്യൂവിനും ഒരു കണ്ടീഷൻ ഉണ്ട്. പി എന്തായിരിക്കണം? ഇൻറ്റിജർ ആയിരിക്കണം. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ? ഇതാണ് ഇൻറ്റിജേഴ്സ്. സെറ്റ് ഓഫ് ആൾ ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് ഒന്നെങ്കിൽ +or - 1 +or -2 +or -3 ആ ഫോമിലുള്ള നമ്പേഴ്സിനെ നമ്മൾ പറയും ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ √2നെ √2/1 എന്ന് എഴുതിയെങ്കിലും ഈ √2 എന്തായിരിക്കണം? ഇൻറ്റിജർ ആയിരിക്കണം. പക്ഷേ ഈ √2 എന്ന് പറയുന്നത് എവിടെയുള്ള മെമ്പറല്ല? സെഡിലുള്ള മെമ്പറല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ √2നെ ഒരിക്കലും നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റൂല. പിയും ക്യൂവും എവിടെ ഉണ്ടായിരിക്കണം? ഇൻറ്റിജർ ആവുന്ന ഫോമിൽ നമുക്ക് എന്തിന് എഴുതാൻ പറ്റില്ല? √2നെ എഴുതാൻ പറ്റില്ല. അങ്ങനെയുള്ള നമ്പേഴ്സിന് നമ്മൾ സെറ്റ് ഓഫ് ആൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. അതിന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് എസ്സിനെ കൊണ്ടാണ്. ഇനി അടുത്ത സെറ്റാണ് സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്. എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഒന്നുകിൽ എക്സ് എന്തായിരിക്കണം? റാഷണൽ നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ് എന്തായിരിക്കണം? ഇറാഷണൽ നമ്പർ ആയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സിൻ്റെയും ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും കളക്ഷനെ പറയുന്ന പേരാണെന്ത്? സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്ക്രിപ്റ്റ് ആർ. ആറിനെ കൊണ്ടാണ് എന്ത് ചെയ്യുക? സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഒന്നുകൂടെ പറയാം. സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സിൻ്റെയും ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും യൂണിയനാണെന്ത്? സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് ആരൊക്കെ ഉണ്ടാവും? എല്ലാ റാഷണൽ നമ്പേഴ്സും ഉണ്ടാവും, എല്ലാ ഇറാഷണൽ നമ്പേഴ്സും ഉണ്ടാവും. 1/2 ഉണ്ടാവും, 1/3 ഉണ്ടാവും, 1/4 ഉണ്ടാവും, 0 ഉണ്ടാവും. 0നെ നമുക്ക് എങ്ങനെ എഴുതാം? 0/1 എഴുതാം. 0നെ ശരിക്കും നമുക്ക് 0/1 എഴുതാം. അപ്പോൾ 0 ഉണ്ടാവും, -1/2 ഉണ്ടാവും. ഇതെല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സാണ്. അതുമാത്രമല്ല √2 ഉണ്ടാവും, √3 ഉണ്ടാവും, √5 ഉണ്ടാവും.